അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയരെ, സൂഫി കാവ്യങ്ങൾക്ക് ജീവൻ നൽകിയ അത്ഭുത പ്രതിഭയാണ് മൗലാന ജലാലുദ്ദീൻ റൂമി. സ്വന്തം ഹൃദയത്തിൽ നിന്നും പേന മുക്കിയെഴുതിയ മസ്നബി പോലുള്ള ഇരടികൾ ഈ ലോകം നെഞ്ചിലേറ്റുപാടി. എന്നാൽ റൂമിയെ പോലെ നമ്മുടെ മലയാളക്കരയ്ക്കും സൂഫി ഗീതങ്ങളുടെ തേന്മഴ പെയ്തിറക്കിയ ഒരു മഹാകവി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച് ചെറിയ മക്കയായ പൊന്നാനിയിൽ ജനിച്ച് വലിയ മക്കയിൽ ചെന്ന് നാഥനിലേക്ക് പറന്നുയർന്ന സൂഫി കാവ്യങ്ങളുടെ അത്ഭുത പ്രതിഭ, അതെ, ഹാജി അബ്ദുർ റസാഖ് മസ്താൻ. ജീവിതം ഒരു പുനർവിചിന്തനം നടത്തി ആത്മീയതയുടെ ധന്യതയിലേക്കുള്ള ഒരു യാത്രയാണ് യഥാർത്ഥ ജീവിതമെന്ന് നമ്മെ ഉത്ബോധനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ചില വരികളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ജീവിതമീതുവരെ ചതിദിലാണ്ട് ജീവിതമീതുവരെ ജീവിതമീതുവരെ ചതിദിലാണ്ട് പോയതിനാലെ ഞാനറിയാൻ തിരു ദീൻ വഴി ഞാനറിയാൻ ദീൻ വഴി ഞാനറിയാൻ ചിന്തക്ക് രണ്ട് ചിന്തക്ക് നന്മയും തിന്മയും വേർതിരിക്കാനുള്ള ആവതുണ്ട്. സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മയായിരിക്കും കൂടുതലെന്നു മാത്രം. തൻ്റെ മുഴുസമയ ചിന്തയിലും ഇലാഹി സാമീപ്യം മാത്രമായിരിക്കണമെന്ന് അഭിലഷിക്കുന്ന സൂഫിക്ക് അവയല്ലാത്തതെല്ലാം അസഹ്യമായിരിക്കും. അതിലാണ് തിരുദീനെന്നും ആ ചിന്ത കൊണ്ട് മാത്രമേ തൻ്റെ നാഥൻ്റെ ലിഖാ എന്ന ഫലം കഴിക്കാൻ കഴിയൂ എന്നറിഞ്ഞും സൂഫി ഈറനണിയുകയാണ്. ചിന്തക്ക് രണ്ട് സ്നേഹിതരുണ്ട്, വമ്പിച്ച രണ്ടും ഭഗതിരിയാത് ചിന്തിച്ച പോലെ ഫലം തരും വേളെ ചിന്തിച്ച പോലെ ഫലം തരും വേളെ എന്ത് ഇലാഹി ഞാനറിയാൻ തിരു ദീൻ വഴി ഞാനറിയാൻ ദീൻ വഴി ഞാനറിയാൻ ഇടവും വലവും നമ്മുടെ ഇടതും വലതും അഥവാ നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നന്മയിലേക്ക് വിളിക്കുന്നവരുണ്ട്, തിന്മയുടെ ഉപാസകരുമുണ്ട്. ഇലാഹി ചിന്തയിലേക്ക് ആണ്ടിറങ്ങാൻ നീ നന്മയോട് കൂട്ടുകൂടുക എന്നതോടൊപ്പം സൂഫി സ്വശരീരത്തിലെ ഉൾനാട്യത്തെയും തൻ്റെ ലക്ഷ്യത്തിനിടയിലെ പ്രശ്നക്കാരനായാണ് ഉയർത്തിക്കാട്ടുന്നത്. പകൽമാനരായ പലരുടെയും ചിന്തകൾ ഇരുട്ടിൻ്റെ വെളിച്ചത്തിൽ ശരീരത്തോടൊപ്പം മാത്രമാണ്. യാ ഇലാഹി, ഇങ്ങനെയുള്ള ഞാനിങ്ങനെ നിന്റെ പരിശുദ്ധ ദീൻ അനുഭവിക്കും. ഇടവും വലവും ഈ രണ്ട് പാലം, ഇരവും പകലും ഇവർക്കുണ്ട് മാറ്റം. ചിന്തകളെല്ലാം ഈറ്റിൽ കുറിക്കും, ചിന്തകളെല്ലാം ഈറ്റിൽ കുറിക്കും. എന്ത് ഇലാഹി ഞാനറിയാൻ തിരു ദീൻ വഴി ഞാനറിയാൻ ദീൻ വഴി ഞാനറിയാൻ. സൂഫി കലാമുകൾ നിർമ്മിച്ചെടുക്കുന്നവയല്ല, ആത്മീയ തലങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്നവയാണവ. ഭൗതിക ലോകത്തെ ചിന്തയിൽ അതത്ര പെട്ടെന്ന് ദഹിച്ചെന്നു വരില്ല. നിന്റെ ശരീരവും അതിൻ്റെ നിയന്ത്രണവും ഒരർദ്ധ നിമിഷം പോലും തൻ്റെ കയ്യിലില്ലെന്ന പ്രാപഞ്ചിക സത്യത്തെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. തൻ്റെ നിസാരതയും നിസ്തുലമായ നാഥൻ്റെ സ്നേഹവും അവരങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഹാജി അബ്ദുർ റസാഖ് മസ്താൻ തന്നെ ഇങ്ങനെ പാടുന്നു.
അമ്മാരത്താളെ കൈവിടണേ, അമ്മാരത്താളെ കൈവിടണേ, ആശമതിയാക്കണേ, ആശമതിയാക്കണേ, എൻ കണ്ണേ, എൻ കണ്ണേ, ഉൾക്കണ്ണേ, ഉൾക്കണ്ണേ, എൻ കണ്ണേ, ഉൾക്കണ്ണേ, ഉൾക്കണ്ണേ, ഇമ്മായ വിട്ട് നീയോടണേ, ഇമ്മായ വിട്ട് നീയോടണേ, ഇതിന്തിണയായ പരലോകം നേടണേ, ജന്മവിധി നേടണേ, ജന്മവിധി നേടണേ, എൻ കണ്ണേ, എൻ കണ്ണേ, ഉൾക്കണ്ണേ, ഉൾക്കണ്ണേ, എൻ കണ്ണേ, ഉൾക്കണ്ണേ, ഉൾക്കണ്ണേ. നാം കാണുന്നതൊക്കെയും തന്നെ വെറും മായ മാത്രമാണ്, എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നത് മാത്രം. എന്നാൽ ഉറപ്പുള്ളതാണ് ആഖിറം, പരലോകം. അത് നേടുക എൻ കണ്ണേ, കണ്ണെന്നാൽ കൽബെന്നർത്ഥം. ലാമിന്നുയർന്ന മീമിലാവണേ, ലാമിന്നുയർന്ന മീമിലാവണേ, വലിഫോടു ഭക്തി കൊണ്ടാടണേ, കണ്ണേ, എൻ കണ്ണേ, ഉൾക്കണ്ണേ, ഉൾക്കണ്ണേ, എൻ കണ്ണേ, ഉൾക്കണ്ണേ, ഉൾക്കണ്ണേ, അമ്മാരത്താളെ കൈവിടണേ, അമ്മാരത്താ